ഭയങ്കര തരംഗമാവുന്ന പ്രതീക്ഷയുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ ആവും ഉറപ്പല്ലേ? ഹർഷ സിനിമ ഒത്തിരി ഇഷ്ടമായി. ശോഭനയൊക്കെ പഴയ അടിപൊളിയാണ്. പിന്നെ പറയുന്നത് പഴയ ലാലന്റെ എപ്പോഴും അടിപൊളി തന്നെയാണ്. അടിപൊളിയായിരുന്നു. കണ്ടില്ലേ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നോ? പുലിമുരുകൻ, ദൃശ്യം, പിന്നെ കിരീടം, ഈ 3 പടത്തിലുള്ള ലാലേട്ടനെ നമുക്ക് തുടരെയൂടെ കാണാം. പിന്നെ പൊളിച്ചു പടം ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ എക്സൈറ്റ്മെന്റ് ചേട്ടാ, കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കയറി ചെന്ന് നല്ല സംതൃപ്തിയോടുകൂടി ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അങ്ങനെയാണ് നമ്മൾ കണ്ടപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഫാമിലി ഓഡിയൻസിന് പക്ക ഉറപ്പായിട്ടും ബ്രോ ലാലേട്ടൻ തകർത്തോ? കണ്ണ് മാറാതെ കണ്ടോണ്ടിരിക്കാൻ. സെക്കൻഡ് ഹാഫ് ഒക്കെ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അടിപൊളിയാണ്. കണ്ടു തുടങ്ങാം. എല്ലാരും കണ്ടോ? കണ്ടോ? പിന്നെ എന്നാ കാണും. ചെല്ലടായിരുന്നു ഉപയോഗിക്കും. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് സിനിമ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങളല്ലേ പറയണ്ടേ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കണമെന്ന്. പക്ഷെ എന്നാൽ തന്നെ ശരിക്കും അതിന്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തു. പിന്നെ ലാലേട്ടനും ശോഭന മാമും ഐ തിങ്ക് ഒരു നമ്മൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഒരു കർവ് വരുമ്പോൾ പെർഫോമൻസ് ഷിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ thoroughly enjoyed. ഇനി പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ഇന്നൊന്നും കൂടെ കാണും. സാറിന്റെ ഫ്യൂച്ചർ ഫിലിം പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ആയി വരുന്നു. അതെ, താങ്ക് യു സോ മച്ച്. അപ്പം ഈ കാര്യം വന്ന് പറഞ്ഞപ്പോ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ ക്യാരക്ടറിന് നല്ലൊരു ഡെപ്ത്, പിന്നെ ലാലേട്ടന്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് ട്രൂലി എക്സൈറ്റിംഗ്. ശരിക്കും പിന്നെ നാച്ചുറലി ദ ഹോൾ ക്രൂ വെരി കംഫർട്ടിംഗ്, ഇൻട്രസ്റ്റിംഗ് ക്രൂ. ലാലേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ എല്ലാം കൊണ്ടും ഒരു ഭീകര എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്. Okay.